ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. അങ്ങനെ ആയിട്ട് ആ പെണ്ണിനെ കണ്ട് ഹീറോ ഷോക്കായി. എന്തടി ഇത്, ഈ പെണ്ണ് അതിനായിട്ട് ഓവറായിട്ടുണ്ടല്ലേ, ഭയങ്കര റിവിളായിട്ട് കാണണല്ലോ മച്ചി. എന്ത് കയ്യിലെ ഡ്രസ്സിന് ബ്ലൗസ് മറിയാണെന്ന്. അയ്യോ, പെണ്ണ് ആരോ കുറേ ഉണ്ടല്ലോ. ഹായ് ജിമിൻ, ഹായ് ചങ്കു, ഹായ് ബി, എന്താ നിങ്ങൾ ഇപ്പോൾ വന്നതോ എന്നാ ഗോൾ പറയാൻ തുടങ്ങി. അങ്ങനെ ഓർമ്മല്ലോ, ശരി ഓക്കെ ബേബി, എനിക്ക് എനിക്ക് മണി വേണം ബേബി. അത് എനിക്ക് എൻ്റെ അമ്മയ്ക്ക് അസുഖം സീരിയസ് ആയിട്ടുണ്ട് ബേബി. എനിക്ക് 1 lakh 1 minute തരാൻ പറ്റും ബേബി. ചാങ്ങോ ചെമ്മീനെ വിളിയാൻ തുടങ്ങി ഈ പെണ്ണ്. ഓക്കെ, അമ്മക്ക് അസുഖമാണോ എന്നാ പാണോ എന്ന് 3 പേരും അവരിൽ 3 കൊടുത്തു. അതെ, 1 month ഒരു കിടന് ഒരു 3 പേര് പൈസ കൊടുത്തത് കൊണ്ട് ആ പെണ്ണിക്ക് സന്തോഷമായി. അങ്ങനെ ആ പെണ്ണ് അവിടെ നിന്ന് പോയി. അങ്ങനെ ബാക്കി മെമ്പേഴ്സിന് കൂടെ അങ്ങനെ ഇപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ ഓട്ടിസവനെ വീട് നോക്കാം. അവർ പറയാൻ തുടങ്ങി, ഇടാ എൻ്റെ അവൾക്ക് ഗേൾ ഫ്രണ്ട് ഇടാ, അവളെ അമ്മയ്ക്ക് കഴിഞ്ഞില്ലടാ, ഹോസ്പിറ്റൽ എവിടെ കേട്ടോ, എടാ ജങ്കൊക്ക് നീ കേട്ടോ, ഇല്ലടാ മറന്നുപോയി, ജിമ്മിന് അയ്യോ ഇപ്പം എന്ത് ചെയ്യാം, നമുക്ക് ബേബി അങ്ങനെ ചോറ് സംസാരിക്കായിരുന്നു. അപ്പോൾ ആറമ്മ എവിടെടാ, എന്ത് ആറമ്മ, അതെ ആറമ്മന് കാണുന്നില്ലല്ലോ, ആറമ്മ എവിടെ, ഇങ്ങനെ ആറമ്മന് കാണുന്നില്ല ഒരു ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി. ആറമ്മ ഇങ്ങനെ പാർട്ടി എന്ത് പറഞ്ഞ ഫ്രണ്ട് വിളിച്ചായിരുന്നു. എന്തടാ പറ്റിയ, ഒന്നുമില്ലടാ, അതിൻ്റെ നിന്റെ ഗേൾ ഫ്രണ്ട് കണ്ട മാതിരിടാ, എന്തടാ ഇവിടെ വന്ന മതി കണ്ടുവരുന്ന ആറമ്മനോട് പറയാൻ തുടങ്ങി. ഇതാണോ കാര്യം. ആറമ്മ നോക്കുമ്പോൾ അതെ അവൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. സ്റ്റെല്ല അല്ലേ ഇത്, അതെ സ്റ്റെല്ല എന്ന പേരാ. സ്റ്റെല്ല എവിടൊക്കെ പോകുന്ന ആറമ്മൻ്റെ ഫ്രണ്ട് പറയാൻ തുടങ്ങി. മിണ്ടാതിടാ, ഇത് എൻ്റെ ഹോട്ടലാണെന്ന് സ്റ്റെല്ലക്ക് അറിയില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട് എന്താ അറിയില്ല, അവളെനിക്കറിയുമെന്ന് നീ കാട്ടില്ല, ഞാൻ കാട്ടില്ല, വാടാന്ന് ഇവിടേക്കാണ് എപ്പോഴും സ്റ്റെല്ല വരുന്നത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ആറും നമ്പിയില്ല. ആറും പറയാൻ തുടങ്ങി, ഇല്ലടാ എൻ്റെ ഗേൾ ഫ്രണ്ട് അങ്ങനെ ചെയ്യില്ല, ഇല്ലടാ ഒരു ബോയിൻ്റെ കൂടെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇവിടെ താമസിക്കടി, അതൊന്നും അറിയില്ല സ്റ്റെല്ല. അങ്ങനെ റൂമിൽ പോയി ആറം പറയാൻ തുടങ്ങി, എടാ കീ തരാൻ പറ്റും. ആറാം പറഞ്ഞു, ഇല്ലടാ അവൾ റൂമിലിരിക്കാം, ഇല്ലടാ നീ വാ എന്ന് ആറാം വിളിച്ചോണ്ട് പോകാൻ കാത് തുറക്കാനിരിച്ചായിരുന്നു. അപ്പോൾ ആറമ്മക്ക് കോൾ വന്നു. ആറമ്മക്ക് വീട്ടിലിങ്ങനെ പുറത്ത് പോകുമ്പോൾ ആറമ്മക്ക് കോൾ വന്നു. ആറാം പറഞ്ഞു, ഇതാടാ നടന്ന കാര്യം പറഞ്ഞു. ഇത് ആറം പറഞ്ഞു ഫോൺ ചെയ്ത്. ബാക്കി എല്ലാവരും വന്നു, 6 പേർ വന്നു. എന്ത് പറഞ്ഞു, നടന്ന കാര്യം പറഞ്ഞു. എല്ലാവരും ഇങ്ങനെ ഡോർ തുറന്നു എല്ലാവർക്കും ഷോക്ക്. സ്റ്റെല്ല കുറേ ഉണ്ട്, അവർ കിസ് അടിക്കുന്നത് കണ്ടു. സ്റ്റെല്ല നിങ്ങളാ വില്ലൻ ഷോക്കായി. എന്തടാ നീ ഇവരെ കൂടെ എന്താ ചെയ്യാ, സ്റ്റെല്ല പറഞ്ഞു. ഇല്ല ഒന്നില്ല ജിൻ ഒന്ന് പറഞ്ഞേക്ക്. ചീ, നീ ഇത്ര വൃത്തികെട്ടവളാണോ, ഞങ്ങളെ ചതിച്ചല്ലേ നീ. അങ്ങനെ പറഞ്ഞവർ 7 പേർ ടെൻഷനാ അവർ പോകുമ്പോൾ തുടങ്ങി. എടാ പീറ്റേഴ്സും പറഞ്ഞ ജിൻ പറഞ്ഞേക്ക്, ജിൻ ജങ്കു ജിമ്മി എല്ലാവരും പേര് വിളിക്കായിരുന്നു പെണ്ണ്. അപ്പോൾ ആ വില്ലൻ പറയുന്നു, മിണ്ടാതിരി, ശരി 1 മിനിറ്റ്, ഹലോ ഞാൻ പറഞ്ഞ പോലെ ചെയ് ഓക്കെ സാർ, അവരെ തിരുത്ത്. എന്ത് സാർ പറഞ്ഞു, എസ് റൺ ചെയ്യ്, മനസ്സിലായോ. ടെൻഷൻ സ്റ്റെല്ല പറയുന്നത്, എന്താ അവർ രസം ഉണ്ടാക്കാൻ. സ്റ്റെല്ല പറഞ്ഞേക്ക്, അവർ രസം ചെയ്താൽ ഇത് ഫുൾ കോസം ഇവർ പോയ മോശമല്ല, നമുക്ക് വേറെ ആരോ നോക്കാം. ഞാൻ സ്റ്റെല്ലനോട് പറയാൻ തുടങ്ങി, ഇവർ പോയാൽ എനിക്ക് കുറച്ച് ഫേമസ് ആവാൻ പറ്റും, സ്റ്റെല്ല നിനക്ക് സപ്പോർട്ട് ചെയ്യാം, മനസ്സിലാക്ക്. ഇവരാണ് ഇപ്പോൾ ഫസ്റ്റ് ഉള്ളത്, നീ ഇപ്പോൾ പറഞ്ഞ കേക്ക് മുണ്ടാതിരി സ്റ്റെല്ല എന്ന് സ്റ്റെല്ലൻ്റെ വായി മുടിച്ച്. സ്റ്റെല്ലക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ പീറ്റേഴ്സ് മെമ്പർ ഇങ്ങനെ കാറിൽ വരുമ്പോൾ കാർ ആക്സിഡൻ്റായി. അവർ അങ്ങനെ കാർ ഇങ്ങനെ തണ്ണിക്ക് വീണു. അങ്ങനെ ആയിട്ട് എല്ലാവരും വന്നു, കുറച്ച് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വന്ന് എല്ലാവരും ഇറങ്ങി വന്നു, അവരെല്ലാവരും വീണു. എല്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ അവർ കോമൊക്കെ പോയി പറഞ്ഞു ഡോക്ടർക്ക്, അവർ MJ ആയി. അങ്ങനെ അവർ സോളെല്ലാം ഇങ്ങനെ നടക്കുമായിരുന്നു. എല്ലാവർക്കും ആറമ്മക്ക് കൗത്തിൽ മാല ഇങ്ങനെ മിന്നിനായിരുന്നു. അപ്പോൾ ആറമ്മയുടെ ബോഡി കണ്ട് ആറമ്മക്ക് ഷോക്ക്. അപ്പോൾ ആറം പറഞ്ഞു, എൻ്റെ ബോഡിക്ക് ആറമ്മക്ക് മനസ്സിലായി, ഞങ്ങൾ ഇതടാ ഞാൻ പറഞ്ഞിക്കടാ, ഞങ്ങൾ മറിച്ച് നിങ്ങൾ പേടിക്കേണ്ടടാ. അങ്ങനെ ഈ മാല ഉണ്ടെടുത്തോളൂ ആറും പറഞ്ഞു. എല്ലാവരും ഷോക്കായിട്ട് നോക്കി. നമുക്ക് ഇതാണ് ലക്ഷ്യം, നമ്മൾ എന്ത് ചെയ്യണം എല്ലാവരോടും പറഞ്ഞു. എല്ലാവർക്കും കുറച്ച് സാഡായിരുന്നു, നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ലടാ, നമ്മളിപ്പോൾ ആത്മാവാണ്, നമുക്കിപ്പോൾ സ്റ്റെല്ലനെ കുറിച്ച് അവൻ ആരാണ് നമുക്ക് ഡീറ്റെയിൽസ് അറിയണം. അതിനു മുമ്പ് നമുക്ക് വേറെ വഴിയില്ല, നമുക്കെല്ലാം ചെയ്യാൻ പറ്റും, മാത്രം ഞാൻ പറഞ്ഞ മതി നീ ചെയ്യണം. പറഞ്ഞു. പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഹീറോയ്ക്ക് ന്യൂസ് വന്നു. ഹീറോയിൻ ന്യൂസ് നോക്കി ഷോക്കായി.
ഇങ്ങനെ ഹീറോയിൻ ഡ്രിങ്ക് കുടിക്കാൻ തുടങ്ങി. കയറിയ റോസി പറയാൻ തുടങ്ങി, മിയ പറയാൻ തുടങ്ങി, എടി ബായ് മുടിടി പോടി, അവനക്ക് ആക്സിഡൻ്റായി, ഞാൻ എന്ത് ചെയ്യൂ, ഞാൻ പ്രൊപ്പോസ് ചെയ്യാൻ വെച്ചു, അവർക്ക് എല്ലാവരും ആക്സിഡൻ്റായി, ഞാൻ എന്ത് ചെയ്യാൻ മച്ചി, ഇവളൊക്കെ ഒരു പൈത്യം. അർജുൻ പറയാം, ഞാൻ ഇപ്പം വരാം, ഇവിടെ വിടുന്നു. അങ്ങനെ ഹീറോയിനോട് ചേട്ടനും അവിടുന്ന് പോയി. ഇങ്ങനെ റോട്ടിൽ പോയി. ജിമ്മിനുണ്ടായിരുന്നു. അയ്യോ ഇവൾ എവിടേക്ക് പോവാ, അങ്ങനെ പിടിച്ചു വലിച്ചു. എവിടെയൊക്കെ നോക്കി നടക്കുക, ജിമ്മിൻ ബേബി എന്നാൽ അവിടേക്ക് ഹീറോ മയങ്ങി വീണു. ജിമ്മിനൊക്കെ ഷോക്ക്. എന്താ ജിമ്മിൻ ബേബിയാ, ഇവൾക്ക് എന്നെ കാണാൻ പറ്റുന്നാ? ഹാറാം ഹാറാം എന്തടാ, ഇവൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? എടാ നിനക്ക് തോന്നിയതാ? ഇല്ലടാ സത്യമാണോടാ. അങ്ങനെ കുട്ടി കുട്ടി എനിക്ക് വിളിക്കാതെ തന്നു. ഹീറോയുടെ വീണായിരുന്നു. അപ്പുറത്ത് നാൾക്ക് ഇടുന്നാക്കി. ഹീറോയുടെ ഫ്രണ്ട് വന്ന് ഇങ്ങനെ ഇവള് ബോധം കെടുത്തു. ഇവള് ആംബുലൻസൊക്കെ വിളിച്ചോണ്ട് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് പോവാ വാ എന്ന് പറഞ്ഞ് ഹീറോയിനെ പിടിച്ച് വലിച്ച് കാറിലിട്ട് അർജുനും കൂട്ട് വീട്ടിലുള്ള എടുത്തോണ്ട് പോയി. ആംബുലൻസ് അവളുണ്ടാക്കിയ ഷോ. ഇവളൊരു കാര്യം അർജുൻ വീട്ടിൽ കൊണ്ടായി. വീട്ടിലിട്ടു. സമാധാനമായി. ഈ കാര്യം അമ്മ കരഞ്ഞു എന്നെ തോലൊരുക്കും. അർജുന് ചോദിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടു പറഞ്ഞതാ? പിന്നെ എന്താടാ ചെയ്യാ, ഇവൾ ഒച്ച ഉണ്ടാക്കി ശരിക്കെങ്ങനില്ല. ഹോസ്പിറ്റലിലേക്ക് പോയി. അവനിക്ക് എന്ത് പറ്റി? എന്ത് അവരാ? അത് സാരല്ല എനിക്കൊന്നുമില്ല, എനിക്കെല്ലാം അറിയും എന്ന് അർജുൻ പറഞ്ഞു. അത് കേട്ട് ഓക്കെ എന്നെ ഹീറോയിൻ രാവിലെ എണിച്ച് തലവേദന എനിക്ക് വയ്യ എന്നെ ഹീറോയിൻ എണിച്ചായിരുന്നു. അതെ, ഹീറോയിൻ്റെ അടുത്ത് 7 പേര് ഹീറോയിൻ വെച്ച് കണ്ണെടുക്കാതെ നോക്കായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും അറിയില്ല. പച്ചക്കുളന്ന എണിച്ചിട്ട് പോയോ, ഇവൾക്ക് എന്തിടാ പറ്റി? ആറമ്മ കേൾക്കാൻ തുടങ്ങി. ജെന്നും ആരടാ പോയടാ? ഹീറോയിൻ സാഡായിട്ട് പറയുന്നു. ഇവൾക്കൊന്നും മനസ്സിലായില്ല. അവൻ പോയി എന്ന് പറയും. ഇവൾ എന്ത് പാടുന്നു ഒന്നും അവർക്ക് മനസ്സിലായില്ല. 7 പേർക്ക്. ഇവൾ എന്താടാ പറയുന്നത്? മിയ വന്ന് പറഞ്ഞു തുടങ്ങി, ഈ എന്താടി പൊറ്റിടാ, എന്തടി പറ്റി? അപ്പോൾ പറയുന്നതായിരുന്നു. അപ്പോൾ എന്തടി പറ്റി ഇങ്ങനെയായിരുന്നു. അതല്ല, മിയൻ്റെ ഒരു ഫ്രണ്ട് വന്നു. മിയ ഫ്രണ്ട് കൊറിയ കേട്ടാൽ തുടങ്ങി. അവൾക്ക് കൊറിയ മാത്രം അറിയൂ. ആരുടെ പോയി? ആരാ? ഇവളൊരു ക്രഷ്. അവർക്ക് ആക്സിഡൻ്റായി. അതുകൊണ്ട് അവന് വരില്ലേ ഇവിടെ ട്രെയിൻ ചെയ്യാം. അയ്യോ ആരാ മഹാൻ, ആരാണ് അവർ എന്ന് ചോദിച്ചു. ആരാം